ഞാൻ പറഞ്ഞേ ഈ ഒരു ബാർ നേരിടാണെങ്കിൽ ഇതനക്ക് തന്നേ. ചട്ടിയും കലായ തട്ടിമുട്ടിയിരിക്കില്ലേ, അതുപോലെ തന്നെ കേട്ടോ നമ്മൾ ചാലഞ്ച് തുടങ്ങുമ്പോൾ അടിയിൽ തന്നെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വേണം ഇത് വേണം എന്നുള്ള അടി. പിന്നെ നമ്മൾ രണ്ടും നല്ല കുട്ടിയായിട്ട് ചാലഞ്ചിന് ഇരുന്ന് കൊടുത്തു. എന്നാലേ വീഡിയോ എടുക്കുമെന്നായിരുന്നു രമ്യേൻ്റെ കമൻറ്റ്. അങ്ങനെ ഞങ്ങൾ അനുസരണയോടെ തിന്നൽ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മളിന്ന് ചാലഞ്ചിന് എടുത്തിട്ടുണ്ടായിരുന്നത് 4 ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സാണ് ലാസ്റ്റ് ചെയ്യേണ്ടത്. ആ ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ ഫ്ലേവർ, പിന്നെ അവരെ പുതിയ ഫ്ലേവറാണെന്ന് അറിയില്ല, നമ്മൾ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. മിൽക്ക് ആൻഡ് കാരമൽ, പിന്നെ ഒരു നോർമൽ മാംഗോ ബാർ, പിന്നെ ഒരു അമേരിക്കൻ ബാർ. ഈ 4 നമുക്കിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ തിന്നാൻ തുടങ്ങി. ഞാനൊരു ഗ്രീൻ ആപ്പിളിൻ്റെ ഫ്ലേവർ ആട്ടോ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ചങ്ക് എടുത്തിട്ടുണ്ടായിരുന്നത് മിൽക്ക് ആൻഡ് കാരമലിൻ്റെയാണ്. അവൾ തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് തന്നെ കൊതിപ്പിക്കുന്നുണ്ടായിരുന്നു. ഗ്രീൻ ആപ്പിളും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര പുളിയായിരുന്നു. പിന്നെ ചോക്ലേറ്റിൻ്റെ കോട്ടിംഗ് ഉള്ള ഐസ്ക്രീമെല്ലാം നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റും, പക്ഷേ ഈ കോട്ടിംഗ് ഇല്ലാത്തത് നമുക്ക് കഴിക്കുമ്പോൾ പല്ലിന് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഐസ്ക്രീമെല്ലാം നല്ല ആസ്വദിച്ച് കഴിക്കണം. ഇത് നമ്മൾ ഇങ്ങനൊരു ചാലഞ്ച് വെച്ചുകൊണ്ടാട്ടോ നമ്മൾ ഇത്രയും സ്പീഡിൽ കഴിക്കുന്നതും കുറച്ച് ആർത്തി കൂടി കഴിക്കുന്നതും. ഒന്ന് എന്താ നിങ്ങൾ 4 മിനിറ്റ് എടുക്കുന്ന പോലെയുണ്ട്. എന്നാലും ഞാൻ കുറച്ചും കൂടെ സമയം എക്സ്ട്രാ കൂട്ടിത്തരും. 5 മിനിറ്റ്. നമ്മൾ രണ്ടാളും തീറ്റയിൽ ഭയങ്കര ഫാസ്റ്റ് ആയതുകൊണ്ട് ഈ ഐസ്ക്രീം ഓരോന്ന് തിന്നാൻ തന്നെ നമ്മൾ ഒരുപാട് സമയമെടുത്തു. അപ്പം നമ്മൾ നിസ്സഹായാവസ്ഥ കണ്ടുകൊണ്ട് രമ്യ 4 മിനിറ്റിൽ നിന്ന് 1 മിനിറ്റും കൂടി അധികമാക്കിയിട്ട് നമുക്ക് 5 മിനിറ്റ് തന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ആദ്യം അടുത്ത ഐസ്ക്രീം സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ രണ്ടാളും ഈക്വലാണ്, ആരും മുന്നിട്ട് നിൽക്കുന്നില്ല. അതുകൊണ്ട് ശിബില യു ക്യാൻ അനുവത്ത് നമുക്ക് നിനക്ക് 2 വയലത് വായിലാക്കാം. അതിനിടയ്ക്ക് ക്യാമറാമാൻ പാർഷ്യാലിറ്റി കാണിക്കാൻ തുടങ്ങിയിട്ടോ. ഷിബിലേനോട് മാത്രം തിന്ന് മാത്രം പറയാൻ തുടങ്ങി. അപ്പം എനിക്ക് ദേഷ്യം എന്തായാലും വരുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ തീറ്റേൻ്റെ സ്പീഡ് കൂട്ടി മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ തിന്നാൻ തുടങ്ങി. പക്ഷേ തീറ്റക്ക് എന്തായാലും ഞാൻ പിന്നിലാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. എടുത്തു തിന്ന്. ആ കളറ് ആ ശിബിലന്റെ മുഖത്ത് വരുമ്പോ എന്താ രസം എന്നറിയാ. അനു വേഗം തീർക്കാം, എനിക്ക് അത് തീർത്ത് ഞാൻ മാംഗോ ബാർ വേഗം തീരും. എന്തെന്ന് ആ കളറ് വേണ്ടേ? പച്ചമാങ്ങ അവസാനം എനിക്ക് ഇരുന്ന് തിന്നാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നിന്ന് തിന്നാൻ വരെ ട്രൈ ചെയ്തു കേട്ടോ. എന്നാൽ പോലും എനിക്ക് സ്പീഡിൽ തിന്നാൻ പറ്റുന്നുണ്ടായില്ല. കാരണം വായെല്ലാം നമ്മളെ രണ്ടാളെയും നാവെല്ലാം ഒരു കോടാൻ തുടങ്ങി. നമുക്ക് വർത്തമാനം പറയാൻ പോലും പറ്റാത്ത അവസ്ഥയായി. വെള്ളം കുടിക്കാൻ രമ്യ വിടൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശിബില 3ാമത്തതും ഫിനിഷ് ചെയ്തു. അപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് അറിയാമല്ലോ അവൾ തന്നെയാണ് വിന്നറെന്ന്. അങ്ങനെ അവൾ 4ാമത്തെ ബാറും എടുത്ത് കഴിക്കാൻ തുടങ്ങി. അത് അവളെ ഫേവറേറ്റ് ബാറായിരുന്നു. അതുകൊണ്ട് അവൾ അത് ആസ്വദിച്ച് തിന്നാൻ തുടങ്ങി. പിന്നെ ഏറെക്കുറെ ടൈം ആയെന്ന് രമ്യ പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ തീറ്റ സ്ലോ മോഷനാക്കി. കാരണം എനിക്കറിയാം ഞാൻ തോറ്റു എന്ന്. പിന്നെ എന്താ പറയുക, ബാലൻസ് ഉള്ളത് ഞാൻ അവിടെ വെച്ചു. കാരണം ഞാൻ സമാധാനത്തോടെ തിന്നോളും. അങ്ങനെ ഷിബിലേനെ വിന്നറായി പ്രഖ്യാപിച്ചിട്ട് നമ്മൾ ഐസ്ക്രീം ചാലഞ്ച് അവസാനിപ്പിച്ചു.